ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം എവിടെയാണ്, എങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ മറുപടി ആയിട്ടാണ് ഈ ഒരു ഡയറി ആയിട്ട് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് 2018 ഡയറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഡയറി കളക്ഷൻസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ 2022 ഡയറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ഡയറിയിലാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാറ്. അപ്പോൾ ഈ ഒരു ഡയറിയിലെന്ന് പറയുന്നത് ഈ ഒരു യൂട്യൂബിലെ കാര്യങ്ങളും പിന്നെ കണ്ടൻറ്റിനെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈ ഒരു യൂട്യൂബ് പ്ലാനിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എന്താ ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എവിടെയാണ് സ്ഥലം എന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലായി കാണും, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പോൾ ട്രിവാൻഡ്രമാണ് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്ത് തരുന്നത് ആരാണ്? എഡിറ്റ് ചെയ്ത് തരുന്നത് മിക്കവാറും എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മ മാത്രം അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എഡിറ്റിങ്ങിൽ. അപ്പോൾ എനിക്കും അറിയാൻ ചെറുതായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ VN എന്ന് പറയുന്ന ആപ്പിലാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അതും ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്പിലാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെയാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ VN എഡിറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ അത് നമുക്ക് ഇച്ചിരി കംഫോർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇൻഷോട്ട് എടുത്തു. ഇപ്പോഴും ചില ആൾക്കാർ VN ഉപയോഗിക്കുന്നുണ്ട്, കുറ്റം പറയുന്നതല്ല. എന്നാലും നമുക്ക് ഇച്ചിരി ഒരു ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇൻഷോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ടാണ്. അപ്പോൾ എനിക്കും അറിയാം ഇച്ചിരി മ്യൂസിക്കൊക്കെ ഇട്ട് അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാം. എന്നാലും അമ്മയാണ് കൂടുതലും കണ്ടൻറ്റൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പം മൈക്ക് ഉണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈക്കൊന്നും മേടിച്ചിട്ടില്ല. മൈക്കൊക്കെ ഇനി വരുന്ന നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇനി അടുത്ത് ഭാവിയിൽ മൈക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാവും തോന്നുന്നു. എങ്ങനെയാണ് യൂട്യൂബിൽ എത്തിപ്പെട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ ഇൻസ്റ്റഗ്രാമിൽ ഫസ്റ്റ് തന്നെ ഒരു ഇതുണ്ടായിരുന്നു, അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിൽ ഞാനാണെങ്കിൽ അഭിലാഷ് ആദിത്യ എന്ന് പറയുന്ന ഒരു പേരിലാണ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ 1K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് അച്ഛൻ്റെ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് മാറി യൂട്യൂബിൽ ഇതുണ്ടല്ലോ അക്കൗണ്ട്, എൻ്റെ പേര് വ്ളോഗ് വൈബ് സിസ്റ്റേഴ്സ്, അതിൽ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ആ പേരിൽ തന്നെയാണ് ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറച്ച് റീലൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണാടിക്ക് പവർ ഉണ്ടോ എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ റീലിലും കണ്ടൻറ്റിലാണ് മിക്കവാറും ഞാൻ കണ്ണാടി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു പവറുള്ള കണ്ണാടിയാണ് കേട്ടോ. കാഴ്ചയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിലാണെങ്കിൽ ദൂരെ ഞാൻ ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ബോർഡ് കാണാൻ പറ്റുന്നില്ല, അതിലെ അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ സ്കൂളിലവരൊക്കെ സഹായിച്ചു. അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് കണ്ണാടി കിട്ടി. ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു കണ്ണാടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ചെക്കപ്പിനൊക്കെ ആൾക്കാർ വന്ന് അവിടെ നിന്ന് ചെക്കപ്പൊക്കെ ചെയ്ത് കണ്ണാടി കിട്ടി. പിന്നെ അടുത്ത് നമ്മളൊരു ഒപ്റ്റിക്കൽസിൽ പോയിട്ട് കണ്ണാടി മേടിച്ചതാണ് ഇതിന് നല്ല പവറുണ്ട്. എത്രയിലാണ് പഠിക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് കൂടാനിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മോണിറ്റൈസ് ആയോ എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മളുടെ ചാനൽ ഇതുവരെയ്ക്കും മോണിറ്റൈസ് ആയിട്ടില്ല. നമ്മൾ അതിന് എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരുപാട്. എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നമ്മൾ നല്ലതുപോലെ എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യൂട്യൂബിൽ 1K സബ്സ്ക്രൈബർ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നല്ലതുപോലെ ആവശ്യമാണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക. ഇനിയും എന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർ ഈ ഒരു കണ്ടൻറ്റിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഓരോരോ കമൻറ്റാണ് നമുക്ക് എന്താണ് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുവഴിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് തരിക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യും. അപ്പോൾ എൻ്റെ യൂട്യൂബിലാണെങ്കിൽ ഇതുപോലെ ഡൗട്ട്സൊക്കെ ചോദിക്കുന്നവർക്ക് ഞാനാണെങ്കിൽ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.